നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. പറഞ്ഞിട്ടും രക്ഷയില്ല. അവസാനം സഹികെട്ട് തിരുവല്ലയിലെ ബസ് തൊഴിലാളികൾ പണിമുടക്കിന് ഇറങ്ങി പുറപ്പെട്ടു. അതോടുകൂടി കളി കാര്യമാകുമെന്ന് നഗരസഭയ്ക്ക് മനസ്സിലായി. ഉടൻ തന്നെ തകർന്നു കിടക്കുന്ന തിരുവല്ലയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുമെന്ന്, അതിൻ്റെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് നഗരസഭ അധ്യക്ഷ ഉറപ്പു നൽകി. ഈ ഉറപ്പെങ്കിലും പാലിക്കുമോ എന്ന സംശയത്തിലാണ് ബസ് തൊഴിലാളികളും യാത്രക്കാരും. തകർന്നു കിടക്കുന്ന തിരുവല്ല നഗരസഭാ ബസ് സ്റ്റാൻഡിന്റെ ശോച്യാവസ്ഥ പരിഹരിച്ച് പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കണമെന്നും ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കണമെന്നും നഗരസഭയുടെ അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സെൻട്രൽ ട്രാവൻകൂർ മോട്ടോർ ആൻഡ് മെക്കാനിക്കൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ തിരുവല്ലയിൽ പണിമുടക്കും നഗരസഭാ കാര്യാലയത്തിലേക്ക് മാർച്ചും നടത്തി. സ്വകാര്യ ബസ്സുകൾക്ക് നേരെ പോലീസ്, RTO അധികാരികൾ അനാവശ്യമായി ചുമത്തുന്ന പെറ്റി ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു. മാർച്ച് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി KK സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം സുഭാഷ് അധ്യക്ഷത വഹിച്ചു. CITU ദേശീയ കൗൺസിൽ അംഗം ഫ്രാൻസിസ് V. ആന്റണി, യൂണിയൻ ജില്ലാ പ്രസിഡന്റ് R. മനു, CPM ഏരിയ സെക്രട്ടറി ബിനിൽകുമാർ, CITU ഏരിയ സെക്രട്ടറി K. ബാലചന്ദ്രൻ, യൂണിയൻ ഏരിയ സെക്രട്ടറി ജോൺ മാത്യു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കണ്ണൻ, അനുരാജ് എന്നിവർ പ്രസംഗിച്ചു. പണിമുടക്കിനെ തുടർന്ന് തിരുവല്ല, റാന്നി, കോഴഞ്ചേരി, മാവേലിക്കര, മല്ലപ്പള്ളി റൂട്ടിലെ യാത്രക്കാർ വലഞ്ഞു. നഗരസഭ സ്വകാര്യ ബസ് സ്റ്റാൻഡ് ശോച്യാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. ദിവസവും 100ഓളം ബസ്സുകളാണ് ഇതുവഴി കടന്നു പോകുന്നത്. കോൺക്രീറ്റ് ഇളകി ഇവിടെ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. യാത്രക്കാർക്കും ബസ് തൊഴിലാളികൾക്കും കുഴികൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ബസ്സിൽ നിന്നും ഇറങ്ങുമ്പോൾ കുഴികളിൽ വീണ് പരിക്ക് പറ്റിയവരുമുണ്ട്. കുഴികളിലിറങ്ങി ബസ്സിന്റെ പ്ലേറ്റ് ഒടിയുന്നത് നിത്യസംഭവമാണെന്നും പ്ലേറ്റ് മാറണമെങ്കിൽ 25,000 രൂപയിലധികം ചെലവ് വരുമെന്നും ഇത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുവെന്നും ബസ് ജീവനക്കാർ പറഞ്ഞു. സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ നവീകരണം നഗരസഭയുടെ പരിഗണനയിലുണ്ടെന്നാണ് നഗരസഭാ അധികൃതരുടെ വാദം. ബസ്സുകളിൽ നിന്നും പ്രതിദിനം 20 രൂപ മുതൽ 30 രൂപ വരെ സ്റ്റാൻഡ് ഫീസായി വാങ്ങുന്നുണ്ട്. ഇത് തിരുവല്ല നഗരസഭ ലേലം ചെയ്ത് നൽകിയിരിക്കുകയാണ്. സ്റ്റാൻഡിന്റെ പരിസരത്തെങ്ങും മാലിന്യം തള്ളുന്നത് പതിവാണ്. ഇവിടെ യാത്രക്കാർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം കാട് വളർന്നിട്ടുണ്ട്. ഇവിടം നായ്ക്കളുടെ വിഹാര കേന്ദ്രം കൂടിയാണ്. സമീപത്തായി മാലിന്യവും തള്ളുന്നു. തിരുവല്ല, റാന്നി, കോഴഞ്ചേരി, തിരുവല്ല, കായംകുളം തുടങ്ങി പ്രധാന റൂട്ടുകളിലെ യാത്രക്കാർ ഏറെയും ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളെയാണ്. അതേസമയം നഗരസഭാ ബസ് സ്റ്റാൻഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CITUവിന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുൻപിൽ നടത്തിയ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നഗരസഭാ അധ്യക്ഷ അനു ജോർജ് പറഞ്ഞു. 2024-25 വർഷത്തെ നഗരസഭാ ഫണ്ടിൽ ഇതിനായി 30 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 10 ടെൻഡർ നടപടി സ്വീകരിച്ചതാണ്. 2 തവണ ടെൻഡർ ക്ഷണിച്ചെങ്കിലും ആരും ഏറ്റെടുത്തില്ല. വീണ്ടും ടെൻഡർ ക്ഷണിച്ചു. വിവേകാനന്ദ സ്കിൽഡ് ആൻഡ് ക്വാറി വർക്കേഴ്സ് എന്ന സൊസൈറ്റി ജോലി ഏറ്റെടുത്ത് കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസം തന്നെ പണികൾ തുടങ്ങുമെന്നും CITU നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയ സമരം പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.